ക്യുവറ്റിന്റെ ഒരു വീഡിയോയുടെ അടിയിലെ കമന്റ് ബോക്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. സൈലം വരണം ക്യുവറ്റിലേക്ക്, ക്യുവറ്റിന് സപ്പോർട്ട് തരണം ഒക്കെയുള്ള ഒരു വീഡിയോയിലെ കമന്റ് ബോക്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം സൈലം ക്യുവറ്റിലേക്ക് വരികയാണ്. റെവല്യൂഷൻ 2.0 ഭാഗമായിട്ട് സൈലം ഇനി ക്യുവറ്റിലേക്കും. എന്തൊക്കെയാണ് സൈലം ക്യുവറ്റിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്? ക്യുവറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ് ഈ ക്യുവറ്റ് എക്സാമിനേഷൻ വരുന്നത്. അതിനു മുമ്പ് വരെ +2 മാർക്ക് വെച്ചായിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, അതായത് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡിഗ്രി കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുള്ള പല യൂണിവേഴ്സിറ്റികൾ, എല്ലാ ഡീറ്റെയിൽസും ഇനി ഈ ഒരു വീഡിയോയിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെയുള്ള അഡ്മിഷൻ കഴിഞ്ഞ വർഷം തൊട്ടാണ് ആക്ച്വലി ഒരു എൻട്രൻസ് എക്സാമിനേഷന്റെ ഭാഗമാക്കിയത്, ക്യുവറ്റ് എന്ന എക്സാമിനേഷന്റെ ഭാഗം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ അക്കാഡമിക് ഇയറിൽ അല്ലെ +2 മാർക്ക് വെച്ചായതുകൊണ്ട് തന്നെ +2 നന്നായി മാർക്ക് കേരളത്തിലെ കുട്ടികൾ സ്കോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷമൊക്കെ കയറുന്നുണ്ടായിരുന്നു. പക്ഷെ എൻട്രൻസ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ കുറവാണ് കഴിഞ്ഞ വർഷത്തെ കേരളത്തിലെ വിദ്യാർത്ഥികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയത്. നിങ്ങൾ ഒരുപാട് പത്രവാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം എൻട്രൻസ് എക്സാമിനെ സീരിയസ് ആയിട്ട് MCQ ലെവലിൽ ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ് കേരളത്തിൽ. അപ്പൊ ആ കുറവുള്ളത് കൊണ്ട് തന്നെ ഒരു പ്ലാറ്റ്ഫോമും ക്യുവറ്റിന് നന്നായി കോഴ്സുകൾ കൊടുക്കാത്തത് കൊണ്ട് തന്നെ കേരളത്തിലെ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സൈലം ക്യുവറ്റിലേക്ക് വരണം. ഈ അവസാന നിമിഷം ഇത്രത്തോളം 40 ദിവസത്തോളം സൈലം അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള റിക്വസ്റ്റുകളാണ് കമന്റ് ബോക്സുകളിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലൊക്കെ മെസ്സേജ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം സൈലം വരികയാണ്. സൈലം ക്യുവറ്റ് എന്ന ഒരു എക്സ്ക്ലൂസീവ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യാൻ, ഫ്രീ ആയിട്ട് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യാനും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടി സൈലം ക്യുവറ്റിലേക്ക് എത്തുകയാണ്. നിങ്ങൾ പറയുന്ന ഈ ജനറൽ പേപ്പർ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മറ്റ് സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റിയിൽ എന്താണോ അവർ പറയുന്ന അല്ലെ, ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ കോംബോയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ചില സ്ഥലത്ത് ഫിസിക്സ് മാത്രം മതിയായിരിക്കും, ചില സ്ഥലത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് വേണ്ടത്. അങ്ങനെ എന്താണോ അവർ പറയുന്ന ജനറൽ പേപ്പറിന്റെ കൂടെ ആ രീതിയിൽ നിങ്ങൾക്ക് കോംബോ കോഴ്സുകൾ എടുത്ത് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാനുള്ള അവസരമാണ് സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫ്രീ ക്ലാസ്സസ് ഉൾപ്പെടെ ആൻഡ് വേണ്ട എല്ലാ എക്സാം ഗൈഡൻസും സൈലം ക്യുവറ്റ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ സൈലം ക്യുവറ്റിലൂടെ ഈ വർഷം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കയറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ വേഗം ചെല്ലുക. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ലിങ്ക് ഉണ്ടാകും. ആ ലിങ്കിൽ കയറിയ സൈലം ക്യുവറ്റ് എന്ന ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ബാക്കി ഡീറ്റെയിൽസ് ഈ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ബാക്കിയുള്ള ഡീറ്റെയിൽസുമായിട്ട് ഫവാസ് സാർ ഇവിടെ വെയിറ്റിംഗ് ആണ്. സൈലം എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചൊന്ന് കേട്ട് അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. സോ ഗൈസ്, സൈലം റെവല്യൂഷൻ 2.0 നമ്മൾ സൈലം ക്യുവറ്റ് എന്നുള്ള ചാനൽ ലോഞ്ച് ചെയ്യാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ടാർഗറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിലും ക്യുവറ്റിന്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പ് ചാനലാണ് സൈലം ക്യുവറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള അലിഗഡ് യൂണിവേഴ്സിറ്റി, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഓരോ സ്റ്റേറ്റിലും പല സ്റ്റേറ്റുകളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി കർണാടക, കേരള, ജമ്മു, അതേപോലെ കുറേയധികം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പിന്നെ തന്നെ നമുക്കറിയാവുന്നതുപോലെ JMI പോലത്തെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകള്, ദെൻ ഡൽഹി യൂണിവേഴ്സിറ്റീസ്, ഒത്തിരി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ഈ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ആക്ച്വലി UG പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് സബ്ജക്റ്റുകളിൽ UG പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. BSc ഫിസിക്സും, BSc ഹോണേഴ്സ് ഫിസിക്സും, BSc കെമിസ്ട്രി, ഹോണേഴ്സ് കെമിസ്ട്രി, ഇങ്ങനെ ഒത്തിരി വെറൈറ്റി ഓഫ് കോഴ്സുകൾ 12th ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കുറെ കുട്ടികൾക്ക് എങ്ങനെ ക്യുവറ്റിന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് പല ആളുകളും കഴിഞ്ഞ വർഷം ക്യുവറ്റ് ക്രാക്ക് ചെയ്തത് കുറവാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് സൈലം ക്യുവറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് സൈലം ക്യുവറ്റ് ക്രാഷ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സൈലം ക്യുവറ്റ് ക്രാഷ് കോഴ്സിലൂടെ April 16th ഓൺവേർഡ്സ് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാമുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ ഫ്രീ ക്ലാസ്സുകളും മറ്റ് കംപ്ലീറ്റ് ഡീറ്റെയിൽസും സൈലം ക്യുവറ്റിന്റെ ചാനലിലായിരിക്കും ഉണ്ടാകുക. അപ്പൊ ക്യുവറ്റിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല സയൻസ് ഡൊമൈനിലാണ് നമ്മൾ ഇപ്രാവശ്യം ഫോക്കസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് BSc ഫിസിക്സോ, കെമിസ്ട്രിയോ, മാത്തമാറ്റിക്സോ, ബയോളജിയിലുള്ള ബോട്ടണിയോ, സുവോളജിയോ ഈ കോഴ്സുകളൊക്കെ ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ
ഈ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഈ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൈലം കുവൈറ്റിന്റെ ഭാഗമാവണം. ഇവിടെ നിങ്ങൾക്ക് 3 കോമ്പിനേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം ഓൾറെഡി കുവൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കതിൽ ജനറൽ പേപ്പർ ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, സബ്ജക്ട് ഡൊമൈനുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെയ്ഡ് ക്രാഷ് കോഴ്സിന്റെ ഭാഗമാകുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഫസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സയൻസ് ഡൊമൈന് മാത്രം, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി, മാത്സിന്റെയും ബയോളജിന്റെയും കംപ്ലീറ്റ് ക്ലാസ്സുകൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി 4 സബ്ജക്റ്റിന്റെ പക്ക ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് സൈലം കുവൈറ്റിന്റെ ഈ ഒരു കോമ്പിനേഷനിലൂടെ കിട്ടുന്നത്. അടുത്ത കോംബോ എന്ന് പറയുന്നത് നിങ്ങളെ സയൻസ് ഡൊമൈൻ പ്ലസ് ജനറൽ പേപ്പർ പ്ലസ് ഇംഗ്ലീഷ്. ഇതാണ് എല്ലാ പാക്കേജും, അതായത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കുവൈറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാക്കേജാണ് സൈലം സയൻസ് ഡൊമൈൻ പ്ലസ് ജനറൽ പേപ്പർ പ്ലസ് ഇംഗ്ലീഷ്. ഇനിയല്ല നിങ്ങൾക്ക് ജനറൽ പേപ്പറും ഇംഗ്ലീഷും മാത്രം മതിയെങ്കിൽ ആ ഒരു ബണ്ടിലും കൂടെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, അത് മാത്രം ഓപ്റ്റ് ചെയ്താലും മതി. അപ്പൊ ഇതിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ബണ്ടില്, അതായത് നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഫുള്ളി 100% ആയിട്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത് സയൻസ് ഡൊമൈൻ പ്ലസ് ജനറൽ പേപ്പർ പ്ലസ് ഇംഗ്ലീഷ് എന്നുള്ള കോമ്പിനേഷൻ ആണ്. ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈം ടേബിളിലൂടെയാണ് നമ്മൾ അതിന്റെ സ്റ്റഡി പ്ലാനുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. April 16th ഓൺവേർഡ്സ് ടിൽ ദ എക്സാം എന്നാണോ വരുന്നത് അതുവരെ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമ്മൾ ഒരു ഡേ എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്യുന്ന രൂപത്തിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. രാവിലെ 8 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 8 to 9:30 1.5 hour ഈച്ച് സെഷൻസ് ആണ്. അതിൽ ആദ്യത്തെ സെഷനുകളെ, അതായത് 5ൽ 3 സെഷൻസ് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും ആയിരിക്കും. അതിൽ ഫിസിക്സ് ഉണ്ടാകും, കെമിസ്ട്രി ഉണ്ടാകും, മാത്സ് ഓർ ബയോളജി ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബയോളജി ഇരിക്കാം. ഇനിയല്ല നിങ്ങൾക്ക് 2 വേണമെങ്കിൽ അത് 2 വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് ജനറൽ പേപ്പറിന്റെ ക്ലാസ്സുകളാണ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ് ഭാഗങ്ങളും ഒക്കെ ജനറൽ പേപ്പറിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ നമ്മൾ അത് കവർ ചെയ്യുന്നതാണ്. പിന്നീടുള്ളത് ഇംഗ്ലീഷ് പേപ്പർ ആണ്, ലാംഗ്വേജിന്റെ ഇംഗ്ലീഷ് പേപ്പർ ആണ്. അപ്പൊ ഇത് ആൾട്ടർനേറ്റീവ് ഡേയ്സിലെ, അതായത് ഓരോ ഡൊമൈനുകളും ഓരോ ജനറൽ പേപ്പറുകളും എല്ലാ സിലബസുകളും ഈ സ്ലോട്ടുകളിലായിട്ട് നമ്മൾ എൻറ്റയർ ഡേ ഫിനിഷ് ചെയ്യുന്നതാണ്. മാത്രമല്ല വീക്കെൻഡുകളിലേക്കും പിന്നെ അതേപോലെ തന്നെ കുവൈറ്റിന്റെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷനിലൂടെ അവൈലബിൾ ആണ്. ദെൻ പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് അടുത്തതായിട്ടുണ്ടാകുന്നത്. പ്രാക്ടീസ് ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് കണ്ടമാനം ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നിങ്ങളെ റാങ്കും മറ്റു കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ കുവൈറ്റിന്റെ സയൻസ് കമ്മ്യൂണിറ്റിയുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക, നിങ്ങൾ കുവൈറ്റിന്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെ കോഴ്സുകൾ, അതായത് PCMB കോഴ്സുകൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വരുന്നതാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. BSc ഫിസിക്സ്, അതായത് ഫിസിക്സ് ഹോണേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ നോർമൽ BSc ഫിസിക്സ് ഉണ്ട്. ഇത്രയും കോഴ്സുകൾ ആക്ച്വലി ഫിസിക്സിന്റെ ഡൊമൈനിൽ മാത്രം വരുന്നതാണ്. ഇത്രയും യൂണിവേഴ്സിറ്റീസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സെപ്പറേറ്റ് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് കുവൈറ്റിന്റെ ചാനലിലേക്ക് വരുന്നതാണ്. അപ്പൊ ഇത് വളരെ റഫ് ആയിട്ട് ഇങ്ങ് നോക്കിക്കേ, ഇത്രയും യൂണിവേഴ്സിറ്റി, ഇത്രയും ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ് ആക്ച്വലി ഇത്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഇതിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ, അതായത് കുവൈറ്റിന്റെ സ്കോർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, ഇവിടെയൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹരിയാനയിൽ ഇന്റഗ്രേറ്റഡ് BSc MSc ഫിസിക്സ് ആണ്, ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആക്ച്വലി ഫിസിക്സ് മാത്രമേ ഉള്ളൂ, സബ്ജക്ട് ഡൊമൈൻ ഫിസിക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ 1 by 1 ആയിട്ട് ഇവിടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉണ്ട്. ആക്ച്വലി ദിസ് ഇസ് BSc ഫിസിക്സ് ഓണേഴ്സ് ആണ്. ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹിമാചലിലാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതേപോലെ തന്നെ കെമിസ്ട്രിയുടെ കോഴ്സുകളും ഇവിടെ കാണാൻ പറ്റും. ഇഷ്ടം പോലെ കെമിസ്ട്രിയുടെ യൂണിവേഴ്സിറ്റികൾ, അതായത് ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് BSc കെമിസ്ട്രിയോ BSc ഹോണേഴ്സ് കെമിസ്ട്രിയോ പഠിക്കാനായിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം ഇതാ ഇവിടെ മാത്തമാറ്റിക്സ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് മാത്തമാറ്റിക്സിന്റെ കോഴ്സുകൾ ഇതാ ഈ കാണുന്നതാണ്. ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ്, ഏതൊക്കെ സെക്ഷൻസ് ആണ്, അതായത് ഏതൊക്കെ ക്രൈറ്റീരിയാസ് ആണ് ഓരോ യൂണിവേഴ്സിറ്റിയിലും എന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നതാണ്. ദെൻ കമ്മിങ് ടു ബോട്ടണി, BSc ഹോണേഴ്സ് ബോട്ടണിയും പിന്നെ അതേപോലെ തന്നെ BSc ബോട്ടണിയും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് BSc സുവോളജി. അപ്പോൾ ഫിസിക്സിലോ
കെമിസ്ട്രിയിലോ മാത്സിലോ ബയോളജി സയൻസ് ആയിട്ടുള്ള ഒന്നെങ്കിൽ സുവോളജിയിലോ അല്ലെങ്കിൽ ബോട്ടണിയിലോ ഒക്കെ നിങ്ങൾ അണ്ടർ ഗ്രാജുവേഷൻ UG കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് സംഭവം തന്നെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്. അപ്പോൾ ആ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ ഉള്ള ഇന്റൻസീവ് പ്രിപ്പറേഷനിലേക്കാണ് നമ്മൾ ഈ ഒരു സയൻസ് കമ്മ്യൂണിറ്റിയിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. എൻ്റയർ ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഇന്റൻസീവ് പ്രോഗ്രാമാണ് കുവൈറ്റ് XYLEM ക്രാഷ് കോഴ്സ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ രൂപത്തിലുള്ള സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഈ നമ്പറിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് കുവൈറ്റിന്റെ സ്റ്റഡി പ്ലാനുകളും പിന്നെ അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നാളെ മുതൽ ചാനലിൽ ലൈവ് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആരംഭിക്കുകയാണ്. അപ്പൊ അതിൽ ഓരോ സയൻസ് ഡൊമൈനിലുള്ള എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. മാക്സിമം ആളുകളായിട്ട് നിങ്ങൾ വരിക. കുവൈറ്റിന്റെ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളെ അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം. ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു സീറ്റ് നമുക്കും എന്ത് വന്നാലും ഉറപ്പുവരുത്തണം. എനിവേ, ഓൾ ദ ബെസ്റ്റ്.